അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 3ാം ക്ലാസ്സിലേക്കുള്ള പരിഷ്കരിച്ച ദുറൂസുൽ ഇഹ്സാനിന്റെ പാഠപുസ്തകമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ ഖാതിമിൻ നബിയീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 1ാമത്തെ ചാപ്റ്ററാണ് ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിലെ 3 പോയിന്റുകളാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. ഒന്നാമതായി കുടുംബക്കാരുടെ മഹത്വം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമതായി ആരാണ് കുടുംബക്കാർ എന്ന് മനസ്സിലാക്കി കൊടുക്കുക. മൂന്നാമതായി കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളും അതിനുള്ള വഴികളും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള 3 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. നമുക്ക് വായിക്കാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ റിസ്ക് വിശാലമാകും. റിസ്ക് എന്ന ഭക്ഷണം, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇത്രയും ഗുണങ്ങളാണ് കുടുംബക്കാരെ സന്ദർശിച്ചാൽ. കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം? കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക, ഹദിയന സമ്മാനം ഗിഫ്റ്റ് കൊടുക്കുക, രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക, അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. കുടുംബബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങളും അതുപോലെ തന്നെ എങ്ങനെയാണ് കുടുംബബന്ധം പുലർത്തുക എന്നീ കാര്യങ്ങളുമാണ് പാഠത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് തരീബാത്ത് വായിക്കാം. 1ാമത്തെ ചോദ്യം ഉത്തരം എഴുതാം. അതിൽ 1, കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ 4. 1, റിസ്ക് വിശാലമാകും. 2, ആയുസ് കൂടും. 3, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. 4, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ചോദ്യം 2, കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ 4. 1, കുടുംബക്കാരെ സൽക്കരിക്കുക. 2, അവർക്ക് സ്വതക്ക ചെയ്യുക. 3, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. 4, അവരെ സ്നേഹിക്കുക, അവരെ സന്ദർശിക്കുക. ഇനി അപ്പുറത്തെ പേജിൽ നോക്കൂ. 3, ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 2, ഉസ്താദിന് അന്വേഷിക്കാം. 1, കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി. എന്താണ് കൂലി? കുടുംബങ്ങൾക്ക് സ്വതക്ക ചെയ്താൽ സ്വതക്കയുടെ കൂലിയും കുടുംബബന്ധം ചേർത്ത കൂലിയും ഉണ്ടെന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഇനി 3ാമത്തെ കുടുംബ മരം വരക്കാം. ഒരു കുടുംബം എന്ന മരത്തിൽ അതിൻ്റെ കുടുംബാംഗങ്ങൾ പറയാണ്. അതായത് ഉമ്മയുടെ കുടുംബക്കാർ. ഖാലത്തുൻ, ഉമ്മയുടെ സഹോദരി. ഉമ്മുൻ, ഉമ്മ. ഖാലത്തുൻ, ഉമ്മയുടെ സഹോദരി, മറ്റൊരു സഹോദരി. ഖാലുൻ, അമ്മാവൻ. ഖാലുൻ, മറ്റൊരമ്മാവൻ. ഖാലുൻ, വേറൊരമ്മാവൻ. ഇങ്ങനെ അമ്മാവന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്. അതിൽ ഫസ്റ്റ് തടിയിൽ അൽ ജദ്ദു വൽ ജദ്ദത്തു, വല്ലിപ്പയും വല്യമ്മയുമാണ് മരത്തടിയിൽ എഴുതേണ്ടത്. വലത്തെ ശാഖകളിൽ ഖാലത്ത്, ഉമ്മയുടെ സഹോദരി. ഉമ്മ, ഖാലത്തിന് മറ്റൊരു സഹോദരി. ഇടത്തെ ശാഖകളിലെ ഖാലുൻ അമ്മാവൻ, ഖാലുൻ അമ്മാവൻ, ഖാലുൻ അമ്മാവൻ. 3 വ്യത്യസ്ത അമ്മമാരുണ്ടെങ്കിൽ എഴുതുക. അതുപോലെ
ഒന്നാമത്തെ വലത്തെ കുടുംബക്കാരുടെ മക്കളെ പേര് അതിൻ്റെ ഇലകളിൽ എഴുതുക. ഇടത്തേതിൽ ഇതിലുള്ള അമ്മാവന്മാരുടെ മക്കളെ അതിൻ്റെ ഇലയിൽ എഴുതുക. ഇത് രണ്ടാമത്തെ വരം. പിതൃകുടുംബം അഥവാ പിതാവിൻ്റെ കുടുംബക്കാർ മരത്തടിയിൽ അൽ ജദ്ദു വൽ ജദ്ദത്തു നീത, വല്ലിപ്പയും വല്ലിമ്മയും. എന്നിട്ട് വലത്തെ ശാഖകളിൽ കൊമ്പുകളിൽ അമ്മത്ത് 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 അമ്മായിമാരെഴുതാ, ഉപ്പാൻ്റെ പെങ്ങന്മാരെഴുതാൻ. ഇടത്തെ ശാഖകളിലെ അമ്മ ഉപ്പയുടെ സഹോദരൻ, അബൻ ഉപ്പ, അമ്മൻ മറ്റൊരു സഹോദരൻ. എന്നിട്ട് വലത്തേതിലെഴുതിയതിൻ്റെ ഇലകളിൽ അമ്മായിമാരെ മക്കളെഴുതുക. ഇടത്തേതിൽ എഴുതിയതിൻ്റെ ഇലകളിൽ അമ്മ, അബ്, അമ്മ, അതായത് ഉപ്പയുടെ സഹോദരന്മാരെ മക്കൾ എഴുതുക. ഇങ്ങനെ 2 മനോഹരമായ മരങ്ങൾ വരച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഉസ്താദ് മികച്ചത് നല്ല ചാർട്ട്, നല്ല മരം വരച്ചിട്ടുള്ളത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും. അല്ലാഹു തആല കുടുംബത്തെ സന്ദർശിക്കാനുള്ള, കുടുംബബന്ധം പുലർത്താനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.